ഒന്നാം തരം ബലൂൺ തരാം, ഒരു നല്ല പിപി തരാം. ഹലോ ഹലോ ഹലോ, താന്നിയുള്ള സ്റ്റേഷനിലെ എസ് ഐ അല്ലേ? അതെ എസ് ഐ ആണ്. സാറിപ്പോ സ്റ്റേഷനിലുണ്ടാ? അച്ചോടാ, ഞാൻ സ്റ്റേഷനില്ല, ചെക്കിങ് നടക്കണ്ട. എവിടെ? നമ്മളെ താന്നിയുള്ള ഗ്രൗണ്ട് ഇല്ലേ, ആ വളവിലാ? അവിടെ. അയ്യോ, എങ്കിൽ ഞാൻ പോണു സാറേ. എന്താ? അല്ല, ഞാനും 3 പേരോട് ഒരു ബൈക്കിൽ അങ്ങോട്ട് വരുമായിരുന്നു. ഇപ്പൊ സാറിന് മുമ്പിൽ ഒന്ന് പെട്ടേനെ. അയ്യോ, എന്റെ പൊന്നോ, 3-5. അയ്യോ, എന്റെ 1500 രൂപ പോയി. പകല് മുഴുവൻ പണിയെടുത്ത് കിട്ടുന്ന കാശിന് കള്ളം കുടിച്ച് എന്റെ മോളെ കഷ്ടത്തിലാക്കല്ലേ വില ഇതാ, എന്റെ മോളെ കഷ്ടത്തിലാക്കല്ലേ വില ഇതാ. ഏയ് ഏയ്, പകല് മുഴുവൻ പണിയെടുത്ത് ദാണ്ടടാ, എറി കൊണ്ടിട്ട് വികാരം കൊള്ളുന്നവരെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇറങ്ങടാ, ഇറങ്ങടാ, ഓക്കേടാ, ഇറങ്ങി വേടാ എന്നെങ്കിലും ഈ രാത്രി നീ എവിടെ പോയടാ? സാർ ഞാൻ സെക്കൻഡ് പോയിട്ട് വന്നു സാറേ. ആദ്യമായിട്ടാണ് കിരീടം വെച്ചിട്ട് കൗണ്ടർ ഇടാൻ പോണവരെ ഞാൻ കാണുന്നത്. കൗണ്ടർ ഇടാനാ? ഇപ്പൊ അങ്ങനെ പറയോ, അല്ലെന്നും പറഞ്ഞൂടാ സാറേ. ഞാൻ സെക്കൻഡ് നാടകം കഴിഞ്ഞ് വരാനാണ് സാറേ. നാടകം തന്നെ? ഓ, ആര് പറഞ്ഞ്? ഞാനാ നിങ്ങളെ കാത്തു തേങ്ങ ഇന്നലെ താഴെ വാങ്ങിയത്. എന്തിനാടാ ഇത്? സാറേ കിരീടം സാറേ, അതിൽ വയ്ക്കാൻ സ്ഥലം എത്തോണ്ട് തലയിൽ വെച്ചോണ്ടോന്നു സാറേ. നീ നാടകം നടനാ? ഓ, നാടകം നട സാർ. അപ്പൊ ഞാൻ നിന്റെ അടുത്ത് പറയാം, ഇവിടെ ഇങ്ങനെ രാത്രി ഇറങ്ങി നടക്കല്ലേ കേട്ടാ. ഞാൻ നടക്കണ പോട്ടെ, സാർ ഇവിടെ ഇരിക്കണ സൂക്ഷിച്ചോ. മുമ്പ് ഇവിടെ നിന്ന് എസ് ഐ കഥ അറിയാമോ? ഇല്ല. കുറെ മന്ത്രവാദികളെല്ലാം കൂടെ ചേർന്ന് ഒരു പെണ്ണിന്റെ പ്രേതത്തെ ആവാഹിച്ച് ചട്ടിയിലിട്ട് കൊണ്ടുവരായിരുന്നു. പ്രയാത്തിന് ചട്ടിയിട്ടുണ്ടോ? അതല്ല, ചട്ടിയിൽ കൊണ്ടുവരായിരുന്നു. ഇത് കണ്ട എസ് ഐ മയക്ക് മരുന്ന് നടത്തണം പറഞ്ഞ് ചട്ടി അടിച്ച് പൊട്ടിച്ച്. പ്രമോഷൻ കിട്ടി കാണും. ഓ, കിട്ടി. ഇപ്പൊ യൂണിഫത്തിന്റെ പുറത്തൂടെ സാരി കൊടുത്തിട്ട് സുമതി വളവി കിടന്ന് നീഴലായി. ആ ഗതി സാറിന് വരില്ലേ? സാറ് വിടക്കില്ലേ? പോ സാറേ. അതല്ല മോട്ടെ, നിന്റെ പേരെന്തിനാണ്? ടോർച്ച് ഉണ്ടോ സാറേ? കൊണ്ട് കളഞ്ഞ പേര്? അതല്ല, പിന്നെ ഒരു നാടകം നടല്ലേ, എനിക്ക് ടോർച്ച് വേണം. സ്പോട്ട് ലൈറ്റിന്റെ ഫ്രണ്ടിൽ നിന്ന് എനിക്ക് പേര് പറയാൻ പറ്റും. പ്രശസ്ത നടൻ തുളിക്കോട് വാസന്തി. എന്താ സാറേ ചിരിക്കണ? എടാ, ആരെങ്കിലും ആണുങ്ങൾക്ക് പെണ്ണുങ്ങളെ പേരിടോടാ. സാറേ ഭാര്യയുടെ പേരിലാണ് സാറേ ഞാൻ അറിയാൻ പറഞ്ഞത്. മനസ്സിലായില്ല? എന്നെ ആർക്കും അറിഞ്ഞൂടാ, അവളെ എല്ലാവർക്കും അറിയാം. ഓ ഓ ഓ ഓ, സാറിന്റെ പേരാ? എന്റെ പേര് അയ്യോ കാണാനില്ലടാ. കൊണ്ട് കളഞ്ഞ? എവിടെ എവിടെ? എന്റെ പേര് എസ് ഐ. എസ് ഐ. നല്ല പേരാണല്ലോ. അതിലുള്ള ബാധ്യത കൊണ്ടത് എസ് ഐ തങ്കോണി. ഏ സൈഡ് കോണിന്ന്? ഒരു സൈഡും കോണില്ല. എന്റെ പേരാണ് ഞാൻ പറഞ്ഞത് തങ്കോണി. ഒരു എസ് ഐ കല്യാണം പറഞ്ഞു. ഹായ് കുഞ്ഞുമോൻ. അത് കുഞ്ഞുമോൻ. ഹായ്, എന്റെ അപ്പച്ചിക്ക് ഹായ് പറയോ? അയ്യോ, അത് കുഞ്ഞുമോയല്ല, സാബു കിളി പോയെന്നുണ്ട് സാറേ. ഒരു എസ് ഐനെ മുതൽ കളിക്കുന്നടാ, നിനക്കറിഞ്ഞൂടാ. അത്രയ്ക്ക് ചൂടാണ് ഈ തങ്കോണി എസ് ഐ. കണ്ടാ? ഒന്നാം തരം ബലൂൺ തരാം, ഒരു നല്ല പിപി തരാം. ഹലോ ഹലോ, എസ് ഐ സാറല്ലേ? അതെ സാറേ, കവലയിൽ മുട്ടനാടി. എടാ, ആരെങ്കിലും പന്തയം വെച്ച് മുട്ടയടിച്ചായിരിക്കും. മുട്ടനാടി അല്ലെന്ന്, മുട്ടനാടി നടക്കുന്നെന്ന്. പിക്കാസ്, മട്ടാസ്, കത്തി, ചട്ടി എന്ന് വേണ്ട എല്ലാ സാധനങ്ങളും ഉണ്ട്. എടാ, അവര് കിണർ പണിക്ക് പോയായിരിക്കും. സാറ് വന്നില്ലെങ്കിൽ ഇവിടെ കൊലക്കുറ്റത്തിന് സാർ ഉത്തരം പറയേണ്ടി വരും കേട്ടോ. ഓ, ശരി ശരി ശരി. ഓ, ആര് സാറേ? ജംഗ്ഷനിൽ ഭയങ്കര അടിയെന്നടാ. പോണില്ലേ? ഫോൺ ഉണ്ട്, ആരാണ് വിളിച്ചു പറഞ്ഞു? അതല്ല സാർ അങ്ങോട്ട് പോണില്ലെന്ന്. അവന്മാരിലും വാളുണ്ട്, എല്ലാം ഉണ്ട്, വെട്ടിക്കാറ്റും. സാർ ഒരു എസ് ഐയുടെ കൃത്യനിർവഹണമാണ്. സാറ് പോയി സാറിന്റെ ജോലി തെറിക്കും തന്നെ. ഓ, ഞാൻ വിളിച്ചു പറയല്ലേ. എന്റെ ബുദ്ധി നോക്കോ. ഹലോ ഹലോ. നേരത്തെ ജംഗ്ഷനിൽ അടിയെന്ന് പറഞ്ഞ വിളിച്ച ആളല്ലേ? അതെ 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 അതെ. നിങ്ങൾ വിളിക്കുന്ന നമ്പർ ഇപ്പോൾ സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുന്നു. എങ്ങനെയാണ് ബുദ്ധി സാറേ? ഈ ബുദ്ധി കിട്ടാൻ കാരണം എന്റെ അച്ഛനാണ്. എന്റെ അച്ഛൻ പഴയ പോലീസാണ്. പൂപ്പല ഉണ്ടായിരുന്ന? എടാ, അതല്ല, ഈ നിക്കറിടുന്ന പോലീസ്. ഇവിടുത്തെ പോലീസ് നിക്കറിടില്ലേ? എടാ, അതല്ല എന്ന് പറഞ്ഞ ഇത്രയുള്ള നിക്കറിടുന്ന പോലീസ്. അച്ഛനെ ഒരിക്കൽ ഡ്യൂട്ടിക്ക് ഇട്ട് നമ്മൾ ആനയടി ഉത്സവത്തിന്. അങ്ങനെ അവിടെ ആന വരണ്ട്. പിന്നെ ആനയുടെ ഉത്സവത്തിന് ആന വരണ്ടേ? ആന വരണ്ടെന്നല്ല പറഞ്ഞത്, ആന വരണ്ട്. ആനയ്ക്ക് മതളവിയെന്ന്. എന്റെ അച്ഛനാണെങ്കിൽ ഭയങ്കര ബുദ്ധിയാണ്. അച്ഛനൊരു കഴിവുണ്ട്. ഏത് മതളവി ആന അച്ഛൻ ഇങ്ങനെ ചൂണ്ടി വിരൽ നിർത്തും. എന്നിട്ട് അങ്ങനെ നിർത്തിയപ്പോ ആന അച്ഛനെ തൂക്കി തറയിൽ ഒറ്റയാടി. അതെന്ത്? അച്ഛൻ ചൂണ്ടി ആനയ്ക്ക് മതമില്ലായിരുന്നു. മതളവി ആനയ്ക്ക് ഈഗ അടിച്ച്, നീ എന്തുകൊണ്ട് എന്നെ ചൂണ്ടില്ല അവനെ ചൂണ്ടിയെന്നും പറഞ്ഞ് കറക്കി 2 അടി നേരെ കുളത്തി ഒരൊറ്റ എറി. അതിന് കൊളുത്തി അറിഞ്ഞ? പിന്നെ കുളിപ്പിക്കലെടുത്ത് കത്തിച്ചാ മതിയല്ലോ. അതൊക്കെ എന്റെ അച്ഛൻ. എന്റെ അച്ഛൻ നാടകം നടനായിരുന്നു. നിന്റെ അച്ഛന്റെ പേര്? സാറേ ടോർച്ച്. അതും കൊണ്ട് കളഞ്ഞാ? അതല്ല, ഞാൻ പറഞ്ഞില്ല എനിക്ക് സ്പോട്ട് ലൈറ്റ് വേണം. ഓ, നാടകം നടന്നു. ഞാൻ പറഞ്ഞു പ്രശസ്ത നാടക നടൻ ചെളിക്കോട് വത്സല. എന്തിനാ നിന്റെ അച്ഛനൊരു പെണ്ണിന്റെ പേര് ഇട്ട് കൊടുത്തത്? സാറേ എന്നെ പോലെ തന്നെ അമ്മയുടെ പേര് പറഞ്ഞാൽ അച്ഛനെ അറിയാവൂ. അപ്പൊ ഇതൊരു കുടുംബ പരമ്പരയാണല്ലേ? പാവം എന്റെ അച്ഛൻ വളർന്നു മരിച്ചു സാറേ. വളർന്ന് മരിച്ചു? അതെങ്ങനെയാടാ? അച്ഛൻ ഈ ആസ്മ ഉണ്ടായിരുന്നു. മനസ്സിലായില്ല. ഈ നമ്മളെ ശ്വാസം മുട്ടൽ പിളുപ്പ്. ഹൈദരാബാദിൽ നിന്ന് മീൻ വിഴുങ്ങി കഴിഞ്ഞാൽ ഇത് മാറും. അങ്ങനെ അച്ഛൻ ഹൈദരാബാദിൽ നിന്ന് മീൻ വരുത്തിച്ച് ഈ മീനെ തലയോടെ വിഴുങ്ങി കഴിഞ്ഞാൽ കടിക്കുമെന്ന് പേടിച്ച് അച്ഛൻ വാലോടെ വിഴുങ്ങി പാവം തൊണ്ടിരുന്ന് മരിച്ച്. നീയല്ല നിന്റെ അച്ഛൻ വളർന്നാണ് മരിച്ചെന്ന്? ഓ, അച്ഛൻ കഴിക്കുന്ന ആഹാരമല്ലേ ഈ മീൻ തിന്ന് വളർന്ന് വലുതായി തൊണ്ട പൊട്ടി മരിച്ചു. പാവം മീൻ. ഞാൻ അച്ഛൻ മരിച്ചിടന്ന് വാക്കിരിട്ടപ്പം വായും പൊളന്ന് പറഞ്ഞു. അച്ഛനാ? ഇല്ല, മീന്. എന്നിട്ട് നീ വാക്കരിട്ടാ? ഇല്ല, ചൂണ്ടിട്ടാ മീൻ അങ്ങെടുത്ത്. പാവം എന്റെ അച്ഛൻ. പിന്നെ ഞാൻ ഇവിടെ കണ്ടിട്ടുണ്ട്.
2016 ബ്ലാത്താങ്കര പള്ളിയിൽ നീ നാടകം കളിക്കാൻ വന്ന അന്ന് മാർത്താന്റെ ഓർമ്മയായിട്ട് എടാ എനിക്ക് അന്ന് സെൽഫി എടുക്കാൻ പറ്റില്ല. ഒരു സെൽഫി എടുത്തോട്ടാ. അതെന്ത്? അന്ന് ഫോണില്ലായിരുന്നു. ആ കിരീടം എടുത്തു വേണം അങ്ങോട്ട്. സോറി, രാജാവായിട്ട് നില്ല അങ്ങോട്ട്. പോലീസ് ഗ്രൂപ്പ് ഇടാം. മാർത്താണ്ഡ വർമ്മയോടൊപ്പം ഒരു സെൽഫി. എന്നാ ഞാൻ അങ്ങോട്ട് പോണേ. അങ്ങോട്ടൊന്നും പോകാൻ പറ്റൂല സാറേ. ഞാൻ ഒരു അച്ഛയില്ലാത്തവല്ലേ സാറേ? ഞാൻ ഒരു അച്ഛയില്ലാത്തവല്ലേ സാറേ? നീ എന്നറി പിന്നെ എന്തിനാണ് പാവം വീട്ടിയിരിക്കുന്നത്? അവരെ കൂടെ നാച്ചിക്കാൻ പോണത് നീ? സാറേ ഞാനേ നാളെ സംവിധാനം ചെയ്യുന്ന ഒരു പുതിയ സിനിമയുടെ പൂജയാണ്. മനസ്സിലായില്ല? എന്റെ സിനിമയുടെ പൂജയാണെന്ന്. ഷോർട്ട് ഫിലിം ആയിരിക്കും. ഇല്ല, വലിയ സിനിമ. സത്യം. അമ്മ എങ്ങനെയാണ്? സത്യം. എന്നെ വേണമെങ്കിൽ ഞാൻ വെറുതെ വിടാം. പക്ഷെ എനിക്കൊരു വേഷം തരും. സാർ അഭിനയിക്കൂ. ഞാൻ അഭിനയിക്കുന്നു. കഴിഞ്ഞ പോലീസ് കലാമേളയ്ക്ക് ഞാനാണ് നാട് നൃത്തം ഒറ്റയ്ക്ക് കളിച്ചത്. ഞാൻ വിശ്വസിക്കില്ല. നീ ഇത് വെച്ചാണ് പാട്ട് പോയി. ഞാൻ ഇപ്പൊ കളിച്ചു കാണിച്ചു തരാം. വാരിയെടുത്തു ഞാൻ വാവിട്ടു കരഞ്ഞു ഞാൻ കുഞ്ഞുമായി വേഗം പടിയിറങ്ങി ധർമാശുപത്രിയിൽ എത്തിച്ചൻ കുഞ്ഞിന്റെ ജീവനു വേണ്ടി പ്രാർത്ഥനയായി ബോധമില്ലാതായി പൊന്മകൾക്ക് ഞെട്ടി എഴുന്നേറ്റു നിലവിളിയാ തല്ലല്ല കൊച്ചമ്മ ഞാൻ കള്ളിയല്ല പിന്നെയും മയക്കത്തിലാണ്ടുപോയി നിത്യമാ മരണത്തിലാണ്ടുപോ. സാറേ കരയില്ല സാറേ. സാറേ സാറേ ഒരു അബദ്ധം പറ്റിപ്പോയി സാറേ. ഞാൻ കർച്ചീഫ് എന്ന് പറഞ്ഞു കൊച്ചിന്റെ ചട്ടിയാ സാറേ എടുത്തോണ്ടെന്നാ. സാറേ എന്നൊന്നും ചെയ്യില്ല സാറേ. ഞാൻ വെറുതെ അപ്പോ സാറേ ഞാൻ പോട്ടെ സാറേ. പക്ഷെ അഭിനയിപ്പിക്കണം നീ. സാറേ അടുത്ത സിനിമയിൽ സാറിന് ഒരു പോട്ടെ സാറേ. ഹലോ, അങ്ങനെ അങ്ങ് പോയാലോ? നാളെ നാടകം ഉണ്ടാ? ഉണ്ട് സാർ. കിരീടം വേണ്ടേ? അയ്യോ സോറി സാർ. എടുത്തോണ്ട് പോടാ അങ്ങോട്ട്. ഓക്കെ സാർ. എന്റെ അനിയനെ പോലെ തരം ബലൂൺ തരാം ഒരു നല്ല പിപി തരാം. ഐജി വിളിക്കണം. ഐജി. ഹലോ സാർ. ഹലോ മിസ്റ്റർ തങ്കോണി. പറ സാർ. കൺഗ്രാറ്റുലേഷൻ. എന്തിന് സാർ? താങ്കൾ ഡിപ്പാർട്ട്മെന്റിലെ ശിക്കാരി ശംഭുവാണ്. തങ്കോണിയാണ് സാർ ഞാൻ. ഓ തമാശ. താങ്കൾക്കൊരു പ്രൊമോഷൻ ഉറപ്പ് തങ്കോണി. എന്തിന് സാർ? മ്യൂസിയത്തിൽ ഒന്നും കാണാതായ കിരീടവും പിടികിട്ടാ പുള്ളിയും കീഴടക്കിയില്ലേ? ഞാൻ എപ്പോ കീഴടക്കി? ഇപ്പൊ ഗ്രൂപ്പിൽ ഫോട്ടോ ഇട്ടില്ലേ? അയ്യോ സാറേ, അഥവാ ഈ കിരീടവും ആ പ്രതിയെ നഷ്ടപ്പെട്ട എനിക്ക് എന്ത് കിട്ടും? സസ്പെൻഷൻ. ഓ സാർ. അയ്യോ എന്റെ അനിയനെ പോലെ എന്നിട്ട് നാടകം കളിക്കണം പറഞ്ഞിട്ട് അവൻ എന്റെ കിരീടം എടുത്തോണ്ട് പോയേ. ഇനി എന്തൊരു ചെയ്യും? ഐജി അങ്ങോട്ട് വിളിക്കാം. ഹലോ ഹലോ ഐജി സാറല്ലേ? അതെ. നിങ്ങൾ വിളിക്കുന്ന നമ്പർ ഇപ്പോൾ 1 വർഷത്തേക്ക് സ്വിച്ച് ഓഫ്. ജാനകി നിർത്താറായില്ലേടി? എന്തരേ നിന്റെ മുതുക്ക കൂത്താട്ടം. എടാ എന്റെ കണ്ണ് കണ്ടുകൂടാ. കണ്ണാടി എവിടെയാടാ? ഞാൻ തപ്പിയതല്ലേടാ. ഇത് തന്നെ നിന്റെ കണ്ണടാ. ഇതാരടാ? എടാ പൂപ്പ, നീയാടാ വന്നത്? ഉപ്പനല്ലടി, ഞാൻ പുഷ്പാങ്കതനല്ലടി. നിന്റെ മുഴുവൻ പേരെ വിളിച്ചു കഴിഞ്ഞാൽ എന്റെ വായിരിക്കുന്ന സെറ്റ് പല്ല് ഒരു താഴെ വീഴും. അതുകൊണ്ട് ഞാൻ നിന്നെ പുപ്പാന്നേ വിളിക്കൂ. നീ ഇങ്ങ് വന്നാണ്. നിനക്ക് ഓർമ്മ വേണ്ട? കഴിഞ്ഞ പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിന് ഇവിടെ ആരൊക്കെ വന്നതാ? ഇവിടെ അമ്മിണി, രമണി, കവലമ്മ. എടാ പൂപ്പ, നമ്മളവിടെ ആണുങ്ങൾ പഠിച്ച് നീ അത് മറന്നാടാ? അതൊക്കെ ആരടി ഓർക്കണ? അടുത്ത കൊല്ലം ഇനി ആരൊക്കെ കാണുവോ എന്തോ. ഇങ്ങനെയാണെങ്കിൽ ഞാൻ മാത്രം കാണോടാ പൂപ്പ. എടി നമ്മളോടാ പഠിച്ച വിജയൻ മരിച്ചത് നീ അറിഞ്ഞ? അയ്യോ അറിഞ്ഞടാ. സ്വാഭാവിക മരണമല്ലേടാ അവന് പറ്റിയത്. കുളിക്കടവ് ഇന്ന് ഒളിഞ്ഞു നോക്കിയപ്പോ നാട്ടുകാരി പിടിച്ച് തല്ലിക്കൊന്നേന് എങ്ങനെയാടി സ്വാഭാവിക മരണം? എടാ കുളിക്കടവിൽ പോകുമ്പോ സ്വാഭാവികമായിട്ട് അടി കിട്ടും. അടി കിട്ടുമ്പോ സ്വാഭാവികമായിട്ട് മരിക്കും. അതല്ലേടാ ഞാൻ പറഞ്ഞ സ്വാഭാവിക മരണമെന്ന്. എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് നിന്നെ കാണാൻ പറ്റിയല്ല. പണ്ടേ എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അന്ന് നിന്റെ അടുത്ത് ഇഷ്ടം പറഞ്ഞപ്പോ നീ ഊരിപ്പോയി. ഇത്തവണ നീ എന്റെ അടുത്ത് ഊരി പോവില്ലാടേ. ആദ്യം ഊരിപ്പോയ നിക്കറ് കയറ്റിയിരുന്ന അതുപോലെ ഇരിക്കണില്ലേ. പിന്നെയാണ് അവനടുത്ത് ഇപ്പൊ ഇഷ്ടം പറയാൻ വന്നത്. പോടാ എഴുന്നേറ്റ്. ഇതുവരെ ഇതാത്ത ശീലം വലിച്ച് കയറ്റിയപ്പോഴേ തോന്നി ഇത് നടക്കൂലെന്ന്. എടി നമുക്ക് കല്യാണം കഴിക്കാടി. എഴുന്നേറ്റ് പോടാ എഴുന്നേറ്റ്. ഈ വയസ്സാം കാലത്ത് ജീവിതത്തിന്റെ ക്ലൈമാക്സ് എത്തി. പിന്നെ എന്തിനടാ ഒരു ജീവിതം? എടി ഇപ്പോഴത്തെ ഹിറ്റ് സിനിമകൾ നീ കണ്ടിട്ടില്ലേ? ഇല്ല. ക്ലൈമാക്സിലാണ് രസം. കട്ടി കഴിഞ്ഞിട്ട് ഞാൻ എന്റെ തറവാട്ടിലോട്ട് കൊണ്ടുപോവാ നിന്നെ. എവിടെ കൊണ്ടുപോകും? തറവാട്ടില്. നിന്റെ തറവാട് ഞാൻ ഒരു ദിവസം കണ്ട്. നിന്റെ അച്ഛന്റെ വെള്ളമുണ്ട് 4 സൈഡും വലിച്ചു കെട്ടും. അതാണ് തറവാട്. നിന്റെ അച്ഛൻ ആ മുണ്ട് ഉടുത്തോണ്ട് പുറത്തു പോയാൽ നിനക്കന്ന് വീടില്ല. നിനക്ക് വീടുണ്ടെങ്കിൽ നിന്റെ അച്ഛൻ അന്ന് മുണ്ടുമില്ല. പിന്നെ നിനക്ക് ഓർമ്മ ഉണ്ടാടാ പഴയ കാലമൊക്കെ? പണ്ട് സ്കൂളിൽ പഠിച്ചിരുന്നപ്പോ ഹെഡ് മാസ്റ്റർ വന്ന് നമ്മളെടുത്ത് ചോദിക്കണം. എന്തായിരുന്നു ചോദിക്കണടാ? പുപ്പ പറയടാ, എന്താടാ ചോദിക്കണേ? നീ ഇപ്പൊ എന്തരടി എന്റെ അടുത്ത് ചോദിച്ചത്? ചോദിച്ച അതുപോലെ മറന്നു. പിന്നെയാണ് ഇനി പണ്ടത്തെ കാര്യം. എടാ ഉപ്പ, എനിക്ക് ദേഹത്തൊക്കെ തൊടുമ്പോ ഭയങ്കര വേദനയടാ. നീ എന്നെ ഒന്ന് തൊട്ടാണ്. നോക്കടാ, ഇവിടെ എന്താ വേദന?
കൈ എവിടെ കൊണ്ട് കീറി വെച്ചിട്ട് അവക്ക് ശരീരവേദന പോടി എവിടെ നിന്ന് കൈ കീറിയടാ. എടി എനിക്ക് ഈ സ്കൂളിൽ വന്നപ്പോഴേ അകാലത്തിൽ മരിച്ചുപോയ സുഗുണമ്മാശിന്റെ ഓർമ്മ വന്നടി. എടാ സുഗുണമ്മാശ് അതിന് കഞ്ഞിക്കലത്തിൽ വീണല്ലേടാ മരിച്ചത്. അതല്ലടി ഞാൻ പറഞ്ഞ ആ കലത്തിൽ വീണ് മരിച്ച സുഗുണമ്മാശിന്റെ ഓർമ്മ വന്നെന്ന്. അതൊക്കെ പോട്ട് മരിച്ചുപോയ നിന്റെ ഭർത്താവിന് എന്തരായിരുന്നടി ജോലി? അങ്ങേർക്ക് ഫോറസ്റ്റിലടാ ജോലി. വിദ്യാഭ്യാസം ഇല്ലാത്ത അവൻ എങ്ങനെയടി ഫോറസ്റ്റിൽ ജോലി കിട്ടിയത്? കാട്ടി കയറി പോച്ച പറിക്കണം നിന്നടാ വിദ്യാഭ്യാസം. നിനക്കെന്തടാ ജോലി? ഞാൻ മാമന്റെ കൂടെ വേട്ടയ്ക്ക് പോയിരുന്നടി. പേട്ടെ വന്നിട്ട് നിനക്ക് ഒരു വാക്ക് എന്നെ വിളിക്കായിരുന്നു കേട്ടാ. എടി പേട്ട അല്ലടി വേട്ട. വേട്ടയ്ക്ക് പോയപ്പോ കാട്ടിലൊരു മുട്ടാൻ പുലിയടി. മുട്ടയണ പുലി ഉണ്ടോടാ കാട്ടില്? എടി മുട്ടം പുലിയടി മുട്ടം പുലി. പുലിയെ കണ്ടോടണം ഞാൻ തോക്കെടുത്ത് ഒരറ്റ വെടി. പുലി ചത്താടാ? ഇല്ലടി തോക്കിന്ന് കുമ്പള വന്നടി. അയ്യോ തോക്കിന്നെങ്ങനെടാ കുമ്പള വന്നത്? ഞാൻ വെടിമരുന്നിന് പകരം സോപ്പ് പൊടി എടുത്ത് ഇതിട്ടതും 200 കുമ്പള അങ്ങ് പോയി. എന്നിട്ടെന്ത് ഇത് കണ്ട പുലി 2 കൈയും പൊക്കിയിട്ട് നഖം വെച്ച് ടിക് 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 150 കുമ്പള പുലിയും 50 കുമ്പള ഞാനും പൊട്ടി തീർന്നപ്പോ പുലി എന്നെ നോക്കി ഒന്ന് ചെറഞ്ഞടി. എന്നിട്ട് നീ എന്തിനാ ഞാൻ തോക്കെടുത്ത് 2 വെടി 200 400 കുമ്പള പുലിക്ക് പൊട്ടിക്കായിട്ട് കൊടുത്തിട്ട് ഞാൻ ഓടി രക്ഷപ്പെട്ടടി. എന്നാലും നീ രക്ഷപ്പെട്ടല്ലോ, എനിക്ക് അത്ര മതി കേട്ടാടാ. ഞാൻ രക്ഷപ്പെട്ടില്ലല്ലേ, ഇത് കാരണം അച്ഛനാണ് പെട്ടത്. അതെന്താടാ പറ്റിയത്? സോപ്പ് പൊടിയാണെന്നും പറഞ്ഞ് വെടിമരുന്നെടുത്ത് എന്റെ പെണ്ണുമുള്ള ഷർട്ട് കഴുകി. ഇതറിയാതെ അച്ഛ ഇതിട്ടോടെടുത്തോണ്ട് ദീപാരാധന തൊഴാൻ പോയി. ഇപ്പോഴെങ്കിലും ഓർമ്മ ഉണ്ടല്ലോ. ഓ അച്ഛന്റെ എല്ലാ ആണ്ടും എനിക്ക് ഓർമ്മയുണ്ടടി. അല്ല സമയത്തായി നോക്കടി. മണി 10:30 ആയടാ പുപ്പ. 10:30 നമ്മളാ സമയായടി. അയ്യോ ഞാൻ അത് മറന്നടാ. എടാ നമ്മളിവിടെ പഠിച്ചേ ചൂപ്പിരായ ഇപ്പൊ എവിടെടാ? അയ്യോ അവൻ വരൂലടി. അതെന്താടാ അവൻ വരാത്തത്? അവന് ചെവിയൊന്നും കേട്ടൂടല്ല. എടാ ചെവി കാട്ടുകൂടാത്തവൻ ഇവിടെ വന്നാ എന്താടാ കുഴപ്പം? ഇന്നലെ 4 പ്രാവശ്യം ഞാൻ ഫോണിൽ കൂടെ വിളിച്ചു പറഞ്ഞടാ വാടാ വാടെന്ന്. അവൻ കേട്ടൊന്നും ഇല്ലടി. എടാ പുപ്പ എന്തൊക്കെ പറഞ്ഞാല് കല്യാണം കഴിഞ്ഞാൽ ഞാൻ നിന്നെ കൊണ്ട് ഹണിമൂണിന് ഊട്ടിയിൽ പോവടി. ഞാൻ വരണയൊന്നുമില്ല ഊട്ടിയിൽ ഭയങ്കര തണുപ്പാണ്. നമുക്ക് റൂമിന് പുറത്തൊന്നും ഇറങ്ങാനൊന്നും പറ്റുന്നില്ല. അതിനാര് പുറത്തിറങ്ങണ്? ഉപ്പ ഇപ്പോഴും ഫ്രിഡ്ജ് തുറന്ന് ഇൻസുലി എടുക്കുമ്പോ കിടുകിടാന്ന് പറയണ നീയാണ് എന്നെ കൊണ്ട് ഊട്ടി പോടാ. നീ പോടാ എന്നേക്ക്. ഞാൻ നിന്നെ കൊണ്ടേ പോവുള്ളൂ. എടി നമുക്ക് കുറെ സ്ഥലത്ത് പോവാ. ലോകാത്ഭുതങ്ങളില്ലേ? നമുക്ക് 4 ലോകാത്ഭുതങ്ങൾ കാണാൻ പോവാടി. എടാ പുപ്പ ലോകാത്ഭുതം 8 ഉണ്ട്. പിന്നെ നീ എന്നെ ഇവിടെ 4 കൊണ്ട് പോണത്? എടേ എനിക്ക് അത്ര 4 സ്ഥലത്ത് പോവാനുള്ള ഗുളിയെ ഉള്ളുവടി. എന്നൊരു പോടാ എന്നേക്ക്. ഞാൻ നിന്നെ കൊണ്ടേ പോവും. നിന്നെക്കുള്ള വിളി വന്നത് ആ കാക്ക കരയണ്. വിളിയല്ലടി ഫോൺ അടിച്ചേടി. ഇതാണ് റിംഗ് ടൂണ്. ഹലോ ഹലോ എടാ മണിയാ നീ എന്താടാ ഇങ്ങോട്ട് വരാത്തത്? എടാ പുപ്പാകതാ, നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥി സംഘം ഒന്ന് മാറ്റി വെക്കണം കേട്ടോ. അതെന്താടേ? എടാ നമ്മളെ കൂടെ പഠിച്ച മറ്റേ ജാനകി ഇല്ലേടാ, എന്റെ പഴയ ലൈനും. ആ ജാനകി അവൾ ഇന്ന് രാവിലെ മരിച്ച്. എടാ മരിച്ചെന്ന്. ഇനിയിപ്പോ അവളെ ചടങ്ങ് കഴിഞ്ഞിട്ട് മതി സംഘമൊക്കെ. അപ്പൊ ഇവിടെ നിൽക്കുന്നത് ആരടേ? നീ വെച്ചും പായി പറയാ വച്ചിട്ട് പാടാ. ജാനകി പാടാ നമുക്ക് ഊട്ടി പോവാടാ. ഞാൻ പറഞ്ഞില്ല. ഞാൻ നിന്നെ കൊണ്ടേ പോവോ. തിങ്കൾ കുളിർ പൊന്നും